ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഇതൊരു ജേണൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ടൈം റെസ്റ്റ് റീഡിംഗ് ആയതുകൊണ്ട് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, പക്ഷേ അതല്ല എങ്കിൽ ചിലപ്പോൾ വലിയ സ്മൂത്തായിട്ടൊന്നും പോകുന്നൊരു റിലേഷൻഷിപ്പ് ആവില്ല. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ടഫായിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെയൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയുമായിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ കാര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റഡീസിന്, അതല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിൽ, അങ്ങനെ ഒരുപാട് ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ച് നമ്മൾ എടുക്കുക എങ്ങനത്തെ ടൈപ്പിലാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിന് എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്തും, ഇപ്പോൾ ജോലിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ജോലിയും നിങ്ങളുടെ ഫാമിലി ലൈഫും കൂടെ നിങ്ങൾ ബാലൻസ് ചെയ്യാനും, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ സമ്മതിക്കത്തില്ലായിരിക്കാം വേറെ കോഴ്സിന് ചേരാനും അതല്ലെങ്കിൽ പഠിക്കാനും. അപ്പോൾ എല്ലാത്തിനെയും നിങ്ങൾ ബാലൻസ് ചെയ്ത് നിങ്ങൾ നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ അത്രയ്ക്ക്, അതായത് ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലായിരിക്കാം, അതല്ല എങ്കിൽ ഒരു ടീനേജ് ടൈമിലായിരിക്കാം, അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് പ്രോബ്ലംസിൽ കൂടെയാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും ഹെൽപ്പിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സ്റ്റഡീസിലോട്ടൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജോലിയിലോട്ട് പോകാൻ പറ്റില്ല, ഫിനാൻഷ്യലി ഒരുപാട് പ്രോബ്ലംസും, അങ്ങനെ മൊത്തം ഒരു വല്ലാത്തൊരു എനർജിയാണ് നിങ്ങളുടെ. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അറ്റവും കൂട്ടുമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ബാലൻസ്, അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ ഓവർകം ചെയ്ത് എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുമൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ എല്ലാത്തിലും ഒരു പുതിയൊരു സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വരും, നിങ്ങളുടെ ലൈഫ് ഭയങ്കര സെക്യൂർ ആവും. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ നടത്തി തരാനും ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വ്യക്തിനെയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ആ ഒരു പേഴ്സണും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കാം. നിങ്ങളോട് ഇഷ്ടപ്പെടും, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തരുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങളോട് കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് തരത്തിൽ നിങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ആ ഒരു പേഴ്സണെ മെൻ്റലി ഇമോഷണലി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു, വളരെ സ്നേഹമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര സത്യസന്ധമായിട്ടും ഒക്കെ തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ ഒന്ന് തരുവാണെങ്കിൽ നിങ്ങൾ 10 കൊടുക്കും. ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പായിരുന്നു. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാളും വിഷമിച്ചതിനൊക്കെ ഒരു ആൻസർ കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് നല്ലൊരു പേഴ്സണായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇത്രയും നാളും നിങ്ങൾ ഇത്രയും സ്നേഹിച്ചതും കെയർ ചെയ്തിട്ടും ഉള്ളതായിട്ട് ആരും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരെയും പോലെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാനും അതായത് ആ പേഴ്സണെ നിങ്ങൾ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും നാളും നമുക്ക് ഒരുപാട് പ്രോബ്ലംസൊക്കെ നമ്മുടെ ലൈഫിലുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ ജീവിതം നല്ലതുപോലെ പോകും, അപ്പോൾ അങ്ങനത്തെ ഒരാളെ തന്നെയാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ദൈവത്തിനോടൊക്കെ നന്ദിയൊക്കെ പറഞ്ഞ ഒരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. ഒരുപാട് കള്ളത്തരങ്ങൾ മറയ്ക്കാനും, നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിച്ചു തരത്തില്ല. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് അയാൾ കുറ്റവും കുറവും പറയാൻ തുടങ്ങി. പിന്നെ ഒരുപാട് കുശുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സണാണ് ഇത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഒരു ബിഹേവിയറൊക്കെയാണ് പിന്നീട് അയാളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പണ്ട് നിങ്ങൾ ഒരുപാട് സഹിച്ചാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെയും നിങ്ങൾ ചൂസ് ചെയ്ത് ഈ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല.
ബിക്കോസ് അയാളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു വ്യക്തി അതുപോലെ ഭയങ്കര, അതായത് നിങ്ങളൊട്ടും വിശ്വാസമില്ല, നിങ്ങളെ ഭയങ്കര സംശയം, പിന്നെ ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു റിലേഷൻഷിപ്പായിരുന്നു. എല്ലാത്തിനും നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഈവൻ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടും അതല്ലെങ്കിൽ ഫ്രണ്ട്സും ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, സംശയങ്ങൾ പറയുക. ശരിക്കും പറഞ്ഞാൽ അയാളുടെ തന്നെ കള്ളത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളും കാണിച്ചിട്ടുള്ളത്. അയാൾ ചെയ്ത മിസ്റ്റേക്ക് അത് നിങ്ങളുടെ നിങ്ങളാണ് അത് ചെയ്തെന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഇതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ടൈപ്പ് ഓഫ് സങ്കടങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് ഇയാളെന്ന് വെച്ചാൽ ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ട് ഒരു കൊട്ടാരം പണിത രീതിയിലുള്ള ഒരു പേഴ്സണാണ്. ഇയാൾക്ക് ആരോടും യാതൊരുവിധ ടൈപ്പ് ഓഫ് ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. നിങ്ങളോട് പ്രത്യേകിച്ചും ഒരു തരത്തിൽ മയക്ക് ഒരു സോഫ്റ്റ് കോർണറോ കാര്യങ്ങളോ ഒന്നും ഒരു ടൈമിലായതിനു ശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ എല്ലാത്തിലും നിങ്ങളെ കുറ്റം പറയും. ഈവൻ നിങ്ങളുടെ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് വരെ ഉണ്ടെന്ന് വരെ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മോശക്കാരനോ അല്ലെ മോശക്കാരിയോ ആക്കാനൊക്കെ ഇയാൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണെന്നൊക്കെ എല്ലായിടും പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതായത് നിങ്ങളെ ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിച്ച് അതല്ലെങ്കിൽ അപമാനിച്ച് ആക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അത് നിങ്ങളിലോട്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നതിൽ നിന്ന്. അപ്പോൾ ഗ്രാജുവലി നിങ്ങൾ തമ്മിൽ ചില ബ്രേക്കപ്പോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു മിണ്ടാതിരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും വരിക, മിണ്ടുക, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സൺ തകർത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിൽ നിന്നൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നെഗറ്റീവ്സ് ഉള്ളൊരു പേഴ്സൺ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കുറേയൊക്കെ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഹീൽഡായി. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നല്ലൊരു രീതിയിൽ, അപ്പോൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരുപാട് ഹീൽഡായി. നിങ്ങൾക്ക് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പാടായിരുന്നിരിക്കാം. ബിക്കോസ് നിങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ട്രബിൾസിലൊക്കെ കൂടെ വന്നിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ കണ്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിലും ദൈവം നല്ലൊരാളെ തന്നു, അല്ലെ എല്ലാം എൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ പറയാനും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊക്കെ എനിക്കൊരാളെ കിട്ടി എന്നൊരു സന്തോഷമൊക്കെ ആയിരുന്നു നിങ്ങൾക്ക്. പക്ഷേ പിന്നീട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും നിങ്ങൾ ഇതിൽ ഒരുപാട് വിഷമിക്കുകയും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പുറത്ത് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളും ഓൾറെഡി നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഒക്കെ വെളിയിൽ വരാൻ വേണ്ടി ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻസ്, യോഗ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ സ്പിരിച്വൽ രീതിയിലൊക്കെ നിങ്ങൾ പോയിട്ടൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ എൻജർലി നിങ്ങളുടെ മൈൻഡൊക്കെ കുറേയൊക്കെ ഷിഫ്റ്റായി നിങ്ങൾ നല്ലൊരു രീതിയിൽ നിങ്ങൾ ലൈഫൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ എനർജി പറയുകയാണെങ്കിൽ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വേണ്ട, പക്ഷേ അയാൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുക, അതല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ, അതല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണെ വിളിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാറില്ല. പക്ഷെ എപ്പോഴും ഈ ഒരു പേഴ്സണാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ നിങ്ങളിൽ നിന്ന് വിട്ട് പോകുന്നില്ല. ഇയാൾ എത്രയൊക്കെ ഉപദ്രവിച്ച് എത്രയൊക്കെ നിങ്ങളെ മോശക്കാരനാക്കി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇയാൾ പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ സോഫ്റ്റായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരിക, വീണ്ടും നിങ്ങളോട് സംസാരിക്കുക, പിന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങളെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഉള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും പോവുക. ഇങ്ങനത്തെ ഒരു എനർജി വരിക പോരുക. അപ്പോൾ നിങ്ങളെ അയാൾക്ക് വിടാൻ യാതൊരുവിധ പ്ലാനും ഇല്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പേഴ്സണിനെ നല്ലതുപോലെ പഠിച്ചിട്ടുള്ളതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ വരുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, ഇയാൾ എന്താണ് എന്നെ ജീവിക്കാൻ ഇനി സമ്മതിക്കൂലേ, ഇയാൾ എപ്പോഴും എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെയും എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനും എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനും എന്തിനാണ് വീണ്ടും വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുകയും ചെയ്യാൻ നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സണ്
മേ ബി അയാൾക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, മെൻ്റലിയും ഒക്കെ അയാൾക്കും ഒരുപാട് ട്രോമാസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കാം ചിലപ്പോൾ അയാൾക്ക് അയാളുടെ ദേഷ്യവും കാര്യങ്ങളും, ചിലപ്പോൾ നിങ്ങൾ തിരിച്ചൊന്നും പറയാത്തത് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അയാളുടെ ദേഷ്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് തന്നിട്ട് അയാൾക്ക് അതിൽ നിന്നൊരു ആനന്ദം കണ്ടെത്താൻ വേണ്ടി ആയിരിക്കാം അയാൾ വീണ്ടും വീണ്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്ത്, നിങ്ങൾ എത്ര കിട്ടിയിട്ട് പോയാലും മാറി അവോയ്ഡ് ചെയ്ത് പോയാലും ഇയാൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇനിയും അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്രയും ഭയങ്കര സ്ട്രോങ്ങും നല്ല രീതിയിലും ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല, ഇയാൾ എന്താണ് എന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എനർജി നിങ്ങളിലോട്ട് എപ്പോഴും വരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ പ്രോബ്ലംസും ഒക്കെയുണ്ട്. അതായത് നമുക്കിഷ്ടമില്ലാത്ത ഒരാളെപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് തോന്നുന്നൊരു എനർജി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേറ്റിങ്ങും നമുക്ക് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. അതേപോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ വേറെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും വളരെ നല്ല രീതിയിലും ചിലപ്പോൾ നിങ്ങളുടെ പുതിയൊരു ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഹയർ സ്റ്റഡീസും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്തിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു എനർജിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഈ ഒരു എനർജി ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് അതിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇറിറ്റേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൂടെ തന്നെ പോയി ഈ ഒരു പേഴ്സണായിട്ട് കഴിയുന്നത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നില്ല, പക്ഷേ ആ എനർജി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ പേഴ്സണായിട്ടുള്ള സോൾ കട്ട് ചെയ്യുക. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു എനർജീനെ നിങ്ങൾക്ക് ട്രബിൾ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനിയും പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണായിട്ട് കണക്ഷൻ കട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളോട്ട് വരാതിരിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ സമാധാനത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.